everyone, welcome to a whole new series of lectures conducted by Lawxygen on BSA. I am Leanne Francis, a faculty of Lawxygen. Yes, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 3 BSA അഥവാ ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിൻ്റെ പാർട്ട് 3യിലുള്ള കണ്ടൻസിനെ പറ്റിയിട്ടാണ്. പാർട്ട് 3 ടോക്സ് അബൌട്ട് ഓൺ പ്രൂഫ്, മെയിനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ്, വാട്ട് കൈൻഡ് ഓഫ് പ്രൂഫ്, അതായത് എന്തൊക്കെയാണ് നമുക്ക് പ്രൂഫായിട്ട് അല്ലെങ്കിൽ എവിഡൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റുക, വാട്ട് കൈൻഡ് ഓഫ് എവിഡൻസസ്, ഓറൽ എവിഡൻസ്, ഡോക്യുമെൻ്ററി എവിഡൻസ്, ഇലക്ട്രോണിക് എവിഡൻസ്, എന്തൊക്കെ എവിഡൻസ് ആണ് കോർട്ട് ജുഡീഷ്യൽ നോട്ടീസ് എടുക്കുക, ഏതൊക്കെ എവിഡൻസസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടാത്തത്, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടെല്ലാം പറയുന്നത് പാർട്ട് 3 ഓഫ് BSAയിലാണ്. യെസ്, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദി ചാപ്റ്റർ 3. ചാപ്റ്റർ 3 വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 3 ടോക്സ് അബൌട്ട് ഫാക്ട്സ് വിച്ച് നീഡ് നോട്ട് ബി പ്രൂവ്ഡ്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടാത്ത ഫാക്ട്സ് ഏതൊക്കെയാണെന്നാണ് ചാപ്റ്റർ 3 പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ 3ൻ്റെ ഇടയിൽ 3 സെക്ഷൻസ് ആണ് വരുന്നത്. സെക്ഷൻ 51, സെക്ഷൻ 52 ആൻഡ് സെക്ഷൻ 53. അപ്പോൾ സെക്ഷൻ 51 ജസ്റ്റ് ഒരു പ്ലെയിൻ സെക്ഷൻ ആണ്. സെക്ഷൻ 51 പറയുന്നത് ഫാക്ട് ജുഡീഷ്യലി നീഡ് നോട്ട് ബി പ്രൂവ്ഡ്, ഫാക്ട്സ് ജുഡീഷ്യലി നോട്ടീസബിൾ നീഡ് നോട്ട് ബി പ്രൂവ്ഡ്. അതായത് കോർട്ട് ജുഡീഷ്യൽ നോട്ടീസ് എടുക്കുന്ന ഫാക്റ്റുകൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഏതൊക്കെ ഫാക്ട്സ് ആണ് കോർട്ട് ജുഡീഷ്യൽ നോട്ടീസ് എടുക്കുക അതിനെ പറ്റിയിട്ട് പറയുന്നത് സെക്ഷൻ 52ലാണ്. സെക്ഷൻ 52 ടോക്സ് അബൌട്ട് ഫാക്ട്സ് വിച്ച് ദി കോർട്ട് ഷിൽ ടേക്ക് ജുഡീഷ്യൽ നോട്ടീസ്. ജുഡീഷ്യൽ നോട്ടീസ് കോർട്ട് ഏതൊക്കെ ഫാക്ട്സിനെ പറ്റിയിട്ടാണ് ജുഡീഷ്യൽ നോട്ടീസ് എടുക്കുക. സോ വിൽ സീ വൺ ബൈ വൺ. ദി കോർട്ട് ഷിൽ ടേക്ക് ജുഡീഷ്യൽ നോട്ടീസ് ഓഫ് ദി ഫോളോയിങ് ഫാക്ട്സ്. താഴെ പറയുന്ന ഫാക്ട്സിനെ പറ്റിയിട്ടെല്ലാം കോർട്ട്സ് എന്ത് ചെയ്യും, ജുഡീഷ്യൽ നോട്ടീസ് എടുക്കും. അങ്ങനെ ജുഡീഷ്യൽ നോട്ടീസ് കോർട്ട് എടുക്കുന്ന ഫാക്റ്റുകളെ പറ്റിയിട്ട് നമ്മൾ അഡീഷണലി അത് സെപ്പറേറ്റ് ആയിട്ട് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫസ്റ്റ് വൺ, ഓൾ ലോസ് ഇൻ ഫോഴ്സ് ഇൻ ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ഇപ്പം നിലവിൽ ഉള്ള നിയമങ്ങളെ പറ്റിയിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, സെപ്പറേറ്റ് ആയിട്ട് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. കോർട്ട് ഷിൽ ടേക്ക് ജുഡീഷ്യൽ നോട്ടീസ് ഓഫ് ദി സെയിം. എന്തെങ്കിലും ഇന്റർനാഷണൽ ട്രീറ്റി, എഗ്രിമെന്റ്സ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസുമായിട്ട് നമുക്ക് എന്തെങ്കിലും ബയലാറ്ററൽ ട്രീറ്റീസോ എഗ്രിമെന്റ്സോ കൺവെൻഷൻസോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പാർലമെന്റ് ഇവിടെയൊക്കെ നടക്കുന്ന പ്രൊസീഡിങ്സ് അത് ജുഡീഷ്യലി നോട്ടീസബിൾ ഫാക്ട്സ് ആണ്. പിന്നെ എല്ലാ കോർട്സിൻ്റെയും എല്ലാ ട്രിബ്യൂണൽസിൻ്റെയും, അതായത് നമ്മുടെ ഇന്ത്യയിൽ എക്സിസ്റ്റൻസിലുള്ള എല്ലാ കോർട്സ്, ട്രിബ്യൂണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു സെപ്പറേറ്റ് സെറ്റ് ഓഫ് അഡ്ജുഡിക്കേറ്റിംഗ് ബോഡിയാണ്. നമുക്ക് കമ്പനിയുള്ള ട്രിബ്യൂണൽ ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ട്രിബ്യൂണൽസ് ഉണ്ട്, ഇൻകം ടാക്സ് ട്രിബ്യൂണൽസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ട്രിബ്യൂണൽസ്, കോർട്സ്, ഇവരുടെ ഒന്നും സീല്, ഇതൊക്കെ എന്താണ്, ജുഡീഷ്യലി നോട്ടീസബിൾ ഫാക്ട്സ് ആണ്. പിന്നെ അഡ്മിറാലിറ്റി, മാരിടൈം ജുറിസ്ഡിക്ഷൻ, നോട്ടറീസ് പബ്ലിക് ആൻഡ് ബാക്കി എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി സീൽസ് കൊടുക്കാൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ, ഇവരുടെ ഒക്കെ സീൽസ് എന്താണ്, ജുഡീഷ്യലി നോട്ടീസബിൾ ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. പിന്നെ ആക്സെഷൻ ടു ഓഫീസ്, നെയിംസ്, ടൈറ്റിൽസ്, ഫംഗ്ഷൻസ്, സിഗ്നേറ്ററീസ് ഓഫ് പേഴ്സൺസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആക്സെഷൻസ് ടു നെയിംസ്, ടൈറ്റിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചീഫ് മിനിസ്റ്റർ ഓഫീസ്, അതൊരു ഓഫീസിൻ്റെ ടൈറ്റിലാണ്. കളക്ടർ ഓഫ് ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ, സബ് കളക്ടർ, സർക്കിൾ ഇൻസ്പെക്ടർ, ഇതൊക്കെ ഓരോ സ്പെഷ്യൽ ടൈറ്റിൽ പറയുന്ന, അവരുടെ ഒരു ടൈറ്റിൽ കാണിക്കുന്ന ടൈറ്റിൽസ് ആൻഡ് നെയിംസ് ആണ്. ഇങ്ങനത്തെ ആക്സെഷൻസ് ടു ഓഫീസ്, അവരുടെ ഒരു അതോറിറ്റി, അതൊക്കെ ജുഡീഷ്യലി നോട്ടീസബിൾ ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ദാറ്റ് need not be proved separately. പിന്നെ ദി എക്സിസ്റ്റൻസ്, ടൈറ്റിൽ, നാഷണൽ ഫ്ലാഗ് ഓഫ് എവറി കൺട്രി, ഏതൊരു കൺട്രി ഒരു സോവറിൻ ആയിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള എല്ലാ കൺട്രീൻ്റെയും എക്സിസ്റ്റൻസ്, അവരുടെ പേര്, അവരുടെ നാഷണൽ ഫ്ലാഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജുഡീഷ്യലി നോട്ടീസബിൾ ഫാക്ട്സ് ആണ്. പിന്നെ ഡിവിഷൻസ് ഓഫ് ടൈം, ജോഗ്രഫിക്കൽ ഡിവിഷൻസ് ഓഫ് ദി വേൾഡ്, ദി പബ്ലിക് ഫെസ്റ്റിവൽസ്, ഫാസ്റ്റ്, ഹോളിഡേയ്സ്, ഒഫീഷ്യൽ ഗസറ്റിൽ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള ഡിവിഷൻസ് ഓഫ് ടൈപ്പ്, ഫോർ എക്സാമ്പിൾ AM, PM, പിന്നെ ജോഗ്രഫിക്കൽ ഡിവിഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ പബ്ലിക്ലി ഒഫീഷ്യൽ ഗസറ്റിൽ, ഇന്ത്യയിൽ ഒഫീഷ്യൽ ഗസറ്റ്സിൽ നോട്ട് ചെയ്തിട്ടുള്ള പബ്ലിക് ഹോളിഡേയ്സ്, ഇതൊക്കെ ജുഡീഷ്യലി നോട്ടീസബിൾ ഫാക്ട്സ് ആണ്. പിന്നെ ഇന്ത്യയിലെ ടെറിട്ടറിയിൽ വരുന്ന ഇന്ത്യൻ്റെ ബോർഡേഴ്സ്, ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് എ ജുഡീഷ്യലി നോട്ടീസബിൾ ഫാക്ട്. ദി കമൻസ്മെന്റ്, കണ്ടിന്യൂഷൻ ആൻഡ് ടെർമിനേഷൻ ഓഫ് ഹോസ്റ്റലിറ്റീസ് ബിറ്റ്വീൻ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് അതർ കൺട്രീസ് ഓർ ബോഡീസ് ഓഫ് എനി പേഴ്സൺ. അതായത് നമ്മുടെ കൺട്രിക്ക് ഫ്രണ്ട്ലി റിലേഷൻസ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്സും കൺട്രീസും ഒക്കെ ആയിട്ട് ഫ്രണ്ട്ലി റിലേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ട്ലി റിലേഷൻസ്, ആ ഹോസ്റ്റലിറ്റീസ് നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻസ്മെൻറ്റ്, വേറെ ഏതെങ്കിലും ഒരു കൺട്രി ആയിട്ട് നമ്മൾ അഡീഷണലി ഒരു പുതിയ ടൈസ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ഹോസ്റ്റലിറ്റി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻസ്മെൻറ്റ്, അതിൻ്റെ ബ്രേക്കേജ്, അതിൻ്റെ കണ്ടിന്യൂവൻസ്, ഇതൊക്കെ ജുഡീഷ്യലി നോട്ടീസബിൾ ഫാക്ട്സ് ആണ്. പിന്നെ ദി നെയിംസ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ഓഫീസ് ഓഫ് കോർട്ട് ആൻഡ് ദ ഡെപ്യൂട്ടീസ് ആൻഡ് സബോർഡിനേറ്റ് ഓഫീസേഴ്സ്, അസിസ്റ്റൻസ് ആൻഡ് ഓൾ ഓഫീസേഴ്സ് ആക്ടിങ് ഇൻ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോസസ്. അതായത് കോർട്ടിലെ എല്ലാ ഓഫീസേഴ്സ്, എല്ലാ മെമ്പേഴ്സ്, അവരുടെ സബോർഡിനേറ്റ് ആയിട്ട് വരുന്ന ആളുകൾ, അവരുടെ ഓർഡേഴ്സിനനുസരിച്ച് ആ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകൾ,
ഇവരൊക്കെ എന്താണ് ജുഡീഷ്യലി നോട്ടീസബിൾ ഫാക്ട്സ് ആണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളും ആ കാര്യങ്ങളൊന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ദ ലാസ്റ്റ് ജുഡീഷ്യലി നോട്ടീസബിൾ ഫാക്ട് ഇസ് ദി റൂൾ ഓഫ് റോഡ് ഓർ ലാൻഡ് ഓർ എറ്റ് സീ. അപ്പോൾ നമ്മുടെ റോഡിലോ അല്ലെങ്കിൽ ലാൻഡിലോ അല്ലെങ്കിൽ സീയിൽ ഇതിനെയൊക്കെ ഗവേൺ ചെയ്യാനായിട്ടുള്ള ലോസും എന്താണ് ജുഡീഷ്യലി നോട്ടീസബിൾ ഫാക്ട്സ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ കേരള വി ഹാവ് കേരള പഞ്ചായത്തി രാജ് ആക്ട് ആൻഡ് സോ ഓൺ. ഓക്കെ, അപ്പോൾ ഈ മേളിൽ അതായത് സബ് ക്ലോസ് 1 റെഫർ ചെയ്ത കേസസിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോർട്ട് ക്യാൻ റിസോർട്ട്, അതായത് എന്തെങ്കിലും അപ്രോപ്രിയേറ്റ് ബുക്സോ ഡോക്യുമെൻറ്റ്സോ എന്തെങ്കിലും ഹിസ്റ്ററി ആയിട്ടോ ആർട്ടായിട്ടോ ലിറ്ററേച്ചറായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സിലോ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ബുക്സിലേക്കൊക്കെ ജുഡീഷ്യൽ നോട്ടീസ് എടുക്കാനായിട്ട് കോർട്ട് ക്യാൻ ടേക്ക് എസ് എൻ എയ്ഡ്. അതിൻ്റെ ഹെൽപ്പ് കോർട്ടിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് സെക്ഷൻ 52 പറയുന്നത്, ഫാക്ട്സ് of which court shall take judicially noticeable facts. Section 51 പറയുന്നത് judicially noticeable facts നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. സെക്ഷൻ 52ൻ്റെ അടിയിൽ ഏതൊക്കെയാണ് judicially noticeable facts എന്ന് കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് സെക്ഷൻ അണ്ടർ ദിസ് ചാപ്റ്റർ സെക്ഷൻ 53, facts admitted need not be proved. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ആസ് പ്ലെയിൻ ആസ് ഇറ്റ് സൗണ്ട്സ്, അതായത് ഓൾറെഡി അഡ്മിറ്റ് ചെയ്തൊരു ഫാക്ട് നമ്മൾ സെപ്പറേറ്റ് എന്തായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ പറയാണ് ഐ ഡിഡ് ദാറ്റ്, ഞാനാണിത് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് പൈസ എടുത്തിട്ടുണ്ട്, ഞാൻ അയാളുടെ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്, ഞാൻ അയാൾക്ക് കൊടുക്കാനുണ്ട് എന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് സെപ്പറേറ്റ് ആയിട്ട് അത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഫാക്ട്സ് അഡ്മിറ്റഡ് നീഡ് നോട്ട് ബി പ്രൂവ്ഡ്. ഒരിക്കലും അഡ്മിറ്റ് ചെയ്ത ഫാക്ട്സ് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയാണ് ചാപ്റ്റർ 3ൻ്റെ അടിയിൽ പറയുന്ന 3 സെക്ഷൻ, സെക്ഷൻ 51, സെക്ഷൻ 52 ആൻഡ് സെക്ഷൻ 53. യെസ്, നൗ we'll move on to chapter 4. Chapter 4 talks about of oral evidence. Proof of facts by oral evidence ആണ് സെക്ഷൻ 54 പറയുന്നത്. All facts except the contents of documents may be proved by oral evidence. അതായത് ഒരു ഡോക്യുമെന്റ്സിന്റെ കണ്ടന്റ്സ് ഒഴികെ ബാക്കി എല്ലാ ഫാക്ട്സും നമുക്ക് ഓറൽ എവിഡൻസ് വെച്ച് പ്രൂവ് ചെയ്യാം. എന്തുകൊണ്ടാണ് എക്സെപ്റ്റ് ദി കണ്ടന്റ്സ് ഓഫ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്? എപ്പോഴും ഒരു ഡോക്യുമെന്റിന്റെ കണ്ടന്റ്സ് ഇസ് ടു ബി പ്രൂവ്ഡ് ബൈ പ്രൈമറി ഓർ സെക്കൻഡറി എവിഡൻസ്. എപ്പോഴും നമ്മളൊരു ഡോക്യുമെന്റിന്റെ കണ്ടന്റ്സ് അതിന്റെ പ്രൈമറി ഒന്നെങ്കിൽ ഒറിജിനൽ ഡോക്യുമെന്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് ഒറിജിനൽ ഡോക്യുമെന്റ് കിട്ടാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ ഒറിജിനൽ ഡോക്യുമെന്റ് കണ്ടുപിടിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ അതിന്റെ സെക്കൻഡറി എവിഡൻസ് വെച്ച് മാത്രമേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഡോക്യുമെന്റ്സിന്റെ കണ്ടന്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ഫാക്ട്സും നമുക്ക് ഓറൽ എവിഡൻസ് വെച്ച് പ്രൂവ് ചെയ്യാം. നൗ സെക്ഷൻ 55, ഓറൽ എവിഡൻസ് ടു ബി ഡയറക്റ്റ്. ഓറൽ എവിഡൻസ് എങ്ങനെ ആയിരിക്കണം, നമ്മളൊരു ഓറൽ എവിഡൻസ് കൊടുക്കുമ്പോൾ അത് എങ്ങനെ ആയിരിക്കണം എന്നാണ് സെക്ഷൻ 55 പറയുന്നത്. ഓക്കെ, ഓറൽ എവിഡൻസ് ഷാൽ ഇൻ ഓൾ കേസസ് വാട്ട് എവർ ബി ഡയറക്റ്റ്. എപ്പോഴും നമ്മൾ ഓറൽ എവിഡൻസ് കൊടുക്കുമ്പോൾ അത് ഡയറക്റ്റ് എവിഡൻസ് ആയിരിക്കണം. ഓക്കെ, അതായത് നമ്മളൊരു ഫാക്ട് കണ്ട കാര്യത്തിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരാണത് കണ്ടത് അയാളായിരിക്കണം അത് കൊടുക്കേണ്ടത്. ഓഫ് എ ഫാക്ട് വിച്ച് കുഡ് ബി സീൻ ഇറ്റ് മസ്റ്റ് ബി ദി എവിഡൻസ് ഓഫ് എ പേഴ്സൺ ഹൂ സോ ഇറ്റ്. അത് കണ്ട ആളായിരിക്കും കൊടുക്കേണ്ടത്. ഇപ്പം എന്തെങ്കിലും കേട്ടൊരു കാര്യത്തിനെ പറ്റിയിട്ടാണ്, if the evidence is being given about something that is heard, the person who heard it should give the evidence. ഇനി a fact which could be perceived by any other sense. ഇനി കാഴ്ച കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ ചെവി കൊണ്ടോ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സെൻസ് കൊണ്ട്, ഫോർ എക്സാമ്പിൾ ടച്ച്, ഫീൽ, സ്മെൽ, അങ്ങനെ ഏതെങ്കിലും ഒരു സെൻസ് കൊണ്ട് നമ്മൾ പെർസീവ് ചെയ്തൊരു ഫാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആരാണോ ആ ഒരു കാര്യം പെർസീവ് ചെയ്തത് അയാളായിരിക്കണം എവിഡൻസ് കൊടുക്കാൻ. അപ്പോൾ എപ്പോൾ ബേസിക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റൂൾ അബൌട്ട് ഓറൽ എവിഡൻസ് മസ്റ്റ് ഓൾവേസ് ബി ഡയറക്റ്റ്. An opinion or to the grounds on which such opinion is held, it must be the evidence of the person who holds the opinion on those grounds. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നമ്മളൊരു ഒപ്പീനിയൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏത് കാര്യത്തിനെ പറ്റിയിട്ടാണോ ആ ഒപ്പീനിയൻ കൊടുക്കുന്നത് അതിൻ്റെ ഗ്രൗണ്ട്സിനെ പറ്റിയിട്ടുള്ള എവിഡൻസും കൂടി നമ്മൾ കൊടുക്കണം. വെറുതെ ഇഫ് യു സേയിങ് സംതിങ് അതങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദാറ്റ് ഡസൻറ്റ് മാറ്റർ. എന്ത് ഗ്രൗണ്ട്സിൻ്റെ മേലെയാണ് നമ്മൾ ആ ഒപ്പീനിയൻ കൊടുക്കുന്നത് എന്നുള്ള കാര്യം കൂടെ അതിനെ പറ്റിയിട്ട് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, എവിഡൻസ് കൊടുക്കണം. ഓക്കെ, ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ് expressed in treaties commonly offered for sale and grounds on which such opinions are held may be proved by the production of such treatises, or if the author is dead or cannot be found, or has been incapable of giving evidence or cannot be called as witness without an amount of delay or expense which the court regards as unreasonable. Yes, അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയൻ ആണ്, ഇഫ് ദാറ്റ് ഇസ് റിട്ടൺ ഇൻ എനി ബുക്സ്, എന്തെങ്കിലും ട്രീറ്റീസസിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ള എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയൻ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ പ്രൊഡ്യൂസ് ദാറ്റ് ബുക്ക് ഇറ്റ് സെൽഫ്. അതായത് ഇപ്പോൾ നമുക്ക് ആ എക്സ്പെർട്ടിന് ആരാണോ ആ ബുക്ക് എഴുതിയത് ആ ബുക്കിൻ്റെ ഓതറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഇല്ലാതെ കുറച്ച് സമയം പിടിക്കും എന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് ഇറ്റ് സെൽഫ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫാക്ട്സ് കോർട്ടിന് മുന്നിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ
And the next point, if oral evidence refers to the existence or condition of any material thing other than a document, the court may, if it thinks fit, require the production of such material thing for its inspection. Okay, അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഓറൽ എവിഡൻസ് ഒരു ഡോക്യുമെന്റ് അല്ലാതെ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് കാണാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഓറൽ എവിഡൻസ് കൊടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോർട്ട് ക്യാൻ റിക്വയർ, കോർട്ടിനോട് പറയാം, കോർട്ടിന്റെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് കോർട്ടിന് നമ്മളോട് പറയാം, കോർട്ടിന്റെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് യു ജസ്റ്റ് പ്രൊഡ്യൂസ് ദാറ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് കോർട്ടിന്റെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് കോർട്ട് ക്യാൻ ഡയറക്ട് ദി പേഴ്സൺ who is giving oral evidence relating to a particular material to produce that material itself. അതാണ് സെക്ഷൻ 55 പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സെക്ഷൻസേ ഉള്ളൂ ചാപ്റ്റർ 4ന്റെ അടിയിൽ ഓഫ് ഓറൽ എവിഡൻസ്. നൗ ദി നെക്സ്റ്റ് ചാപ്റ്റർ ഓർ ചാപ്റ്റർ 5 ടോക്സ് അബൌട്ട് ഡോക്യുമെന്ററി എവിഡൻസ്, ഓഫ് ഡോക്യുമെന്ററി എവിഡൻസ്. ഇത് കുറച്ചധികം സെക്ഷൻസ് വരുന്നുണ്ട് ഇതിനകത്ത്. നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ 56 മുതൽ സെക്ഷൻ 67 വരെ ഡോക്യുമെന്ററി എവിഡൻസിനെ പറ്റിയിട്ടാണ് വരുന്നത്. ഈ ഓഫ് എവിഡൻസ് അല്ലെങ്കിൽ ഓൺ പ്രൂഫ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ്. അതിൽ ഓറൽ എവിഡൻസ്, ഡോക്യുമെന്ററി എവിഡൻസ് വളരെ പ്രൈം ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്സ് ആണ്. സോ വിൽ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് സെക്ഷൻ 56, പ്രൂഫ് ഓഫ് കണ്ടന്റ്സ് ഓഫ് ദി ഡോക്യുമെന്റ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ഒരു ഡോക്യുമെന്റിന്റെ കണ്ടന്റ്സ് ഇസ് ടു ബി പ്രൂഫ് ബൈ പ്രൈമറി ഓർ സെക്കൻഡറി എവിഡൻസ്. പ്രൈമറി എവിഡൻസ് എന്ന് പറയുമ്പോൾ ആ ഡോക്യുമെന്റ് ഇറ്റ് സെൽഫ്, ആൻഡ് ഇഫ് ദ ഡോക്യുമെന്റ് കെൻ നോട്ട് ബി ഫൗണ്ട് ഓർ അണ്ടർ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് നമുക്കത് സെക്കൻഡറി എവിഡൻസ് ഉപയോഗിച്ചും പ്രൂവ് ചെയ്യാം. പക്ഷേ എപ്പോഴും ദി ബേസിക് റൂൾ അല്ലെങ്കിൽ ജനറൽ റൂൾ ഇസ് എപ്പോഴും ഒരു ഡോക്യുമെന്റിന്റെ കണ്ടന്റ്സ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഡോക്യുമെന്ററി എവിഡൻസ് കൊടുത്ത് തന്നെയാണ്. ഒന്നെങ്കിൽ പ്രൈമറി എവിഡൻസ് അല്ലെങ്കിൽ സെക്കൻഡറി എവിഡൻസ് കൊടുത്തിട്ടാണ് എപ്പോഴും നമ്മളൊരു ഡോക്യുമെന്റിന്റെ കണ്ടന്റ്സ് പ്രൂവ് ചെയ്യേണ്ടത്. യെസ്, ഇനി സെക്ഷൻ 57 പറയുന്നത് എന്താണ് പ്രൈമറി എവിഡൻസ്. ഓക്കെ, പ്രൈമറി എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ primary evidence means when the document itself is produced for the inspection of the court. നമ്മളൊരു ഡോക്യുമെന്റിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് ആ ഡോക്യുമെന്റ് ഇറ്റ്സെൽഫ്, അതേ ഡോക്യുമെന്റ് തന്നെ നമ്മൾ കോർട്ടിന്റെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ where the original document is produced. ആക്ച്വലി ഞാൻ ഏത് ഡോക്യുമെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ആ ഡോക്യുമെന്റ് തന്നെ നമ്മൾ കോർട്ടിന് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അടിയിൽ കുറച്ച് എക്സ്പ്ലനേഷൻസ് പറയുന്നുണ്ട്. ഈ എക്സ്പ്ലനേഷൻസിൻ്റെ അടിയിൽ പറയുന്നതും എന്ത് തന്നെയാണ്, പ്രൈമറി എവിഡൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ വേറെ ഡോക്യുമെന്റ് ഇസ് എക്സിക്യൂട്ടഡ് ഇൻ സെവറൽ പാർട്ട്, ഈച്ച് പാർട്ട് ഇസ് എ പ്രൈമറി എവിഡൻസ് ഓഫ് ദി ഡോക്യുമെന്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പല വോള്യൂംസ് ആയിട്ടാണ് ഒരു ഡോക്യുമെന്റ് ഇറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ഓരോ വോള്യൂംസും എന്താണ്, പ്രൈമറി എവിഡൻസ് ആണ്. ഇനി വേറെ ഡോക്യുമെന്റ് ഇസ് എക്സിക്യൂട്ടഡ് ഇൻ കൗണ്ടർ പാർട്ട്, ഈച്ച് കൗണ്ടർ പാർട്ട് ബീങ് എക്സിക്യൂട്ടഡ് ബൈ വൺ ഓർ സം ഓഫ് ദി പാർട്ടീസ് ഓൺലി, ഈച്ച് കൗണ്ടർ പാർട്ട് ഇസ് പ്രൈമറി എവിഡൻസ് ആസ് അഗെയിൻസ്റ്റ് ദി പാർട്ടീസ് എക്സിക്യൂട്ടഡ്. അതായത് നമ്മളൊരു ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ കൗണ്ടർ പാർട്സ് ആയിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓരോ പാർട്ടും എന്താണ്, പ്രൈമറി എവിഡൻസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സെയിൽ ഡീഡോ അല്ലെങ്കിൽ ഒരു ലീസ് ഡീഡോ അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റോ, അപ്പോൾ അതിൽ 2-3 ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും നമ്മൾ എന്ത് ചെയ്യും, ഓരോ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ആ ഓരോ ഡോക്യുമെന്റും എന്താണ്, ഇറ്റ് ഈസ് പ്രൈമറി എവിഡൻസ്. പിന്നെ where a number of documents are all made in one uniform process, as the case of printing, lithography, photography, each is primary evidence of the contents of the rest. But where they are all copies of common original, they are not primary evidence of the contents of document. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡോക്യുമെന്റ്സ് നമ്മൾ ഒരേ പ്രോസസ്സ് വെച്ച് പല പാർട്ടായി എന്തെങ്കിലും പ്രിന്റിംഗ് പ്രോസസ്സ് വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോഗ്രാഫി വഴിയോ നമ്മൾ ഒരു നമ്പർ ഓഫ് ഡോക്യുമെന്റ്സ് ഒരേ യൂണിഫോം പ്രോസസ്സ് വഴി ഒരേ രീതിയിൽ നമ്മളൊരു നമ്പർ ഓഫ് ഡോക്യുമെന്റ്സ് ഒരൊറ്റ സെറ്റായിട്ട് നമ്മളൊരു നമ്പർ ഓഫ് ഡോക്യുമെന്റ്സ് ഒരേ സമയത്ത് ഒരേ പ്രോസസ്സ് വെച്ച് യൂണിഫോം പ്രോസസ്സ് വെച്ച് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഓരോ ഡോക്യുമെന്റും മറ്റു ഡോക്യുമെന്റിന്റെ പ്രൈമറി എവിഡൻസ് ആയിരിക്കും. പക്ഷേ ഇപ്പം നമ്മളൊരു 10 ഡോക്യുമെന്റ് ഒരേ യൂണിഫോം പ്രോസസ്സിൽ പ്രിന്റ് ചെയ്തതിന് ശേഷം അതിൽ ഒരു ഡോക്യുമെന്റ് പ്രിന്റ് നമ്മൾ പിന്നീട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്താവില്ല, അത് പ്രൈമറി എവിഡൻസ് ആവില്ല. ഇനി എക്സ്പ്ലനേഷൻ 4, where an electronic or digital record is created or stored and such storage occurs simultaneously or sequentially in multiple files, each of such file is a primary evidence. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഡിജിറ്റൽ റെക്കോർഡോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് റെക്കോർഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലായി നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓരോ സ്റ്റോറേജ് ഏരിയയും എന്താണ്, അതൊരു പ്രൈമറി എവിഡൻസ് ആണെന്നാണ് പറയുന്നത്. Where an electronic record or digital record is produced from a proper custody, such electronic record and digital record is a primary evidence unless it is disputed. അതായത് ഏതാളുടെ കസ്റ്റഡിയിലാണോ ഒരു ഡിജിറ്റൽ റെക്കോർഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ പ്രോപ്പർ കസ്റ്റഡിയിൽ നിന്ന് നമ്മൾ ഇലക്ട്രോണിക് റെക്കോർഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ റെക്കോർഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പ്രൈമറി എവിഡൻസ് ആണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ IT ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് ആ പെർട്ടിക്കുലർ
ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ കസ്റ്റഡിയിലുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ ആ പ്രോപ്പർ ലീഗൽ അതോറിറ്റിയിൽ നിന്ന് നമ്മുടെ അടുത്ത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പ്രൈമറി എവിഡൻസ് ആണ്. ഇനി വേറെ വീഡിയോ റെക്കോർഡിംഗ് ഇസ് സൈമൾട്ടേനിയസ്ലി സ്റ്റോർഡ് ഇൻ ഇലക്ട്രോണിക് ഫോം ആൻഡ് ട്രാൻസ്മിറ്റഡ് ഓർ ബ്രോഡ്കാസ്റ്റ് ഓർ ട്രാൻസ്ഫർ ടു അനദർ. ഈച്ച് ഓഫ് ദി സ്റ്റോർഡ് റെക്കോർഡിംഗ്സ് ഇസ് എ പ്രൈമറി എവിഡൻസ്. അപ്പോൾ നമ്മളൊരു വീഡിയോ റെക്കോർഡിംഗ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട്, അതായത് ആദ്യം നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പല പല സ്ഥലങ്ങളിലായിട്ട് സ്റ്റോർ ചെയ്താലോ അല്ലെങ്കിൽ ഒന്നിച്ച് നമ്മളൊരു 3-4 ആളുകൾക്ക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലോ ആ ഓരോ സ്റ്റോറേജും ഓരോ റെക്കോർഡിങ്ങും ഒരു പ്രൈമറി എവിഡൻസ് ആയിരിക്കും. വേറെ ഇലക്ട്രോണിക് എവിഡൻസ് or digital record is stored in multiple storage devices in a computer resource. Each of the automated storage including temporary files is a primary evidence. ഇപ്പം നമ്മളൊരു ഇലക്ട്രോണിക് എവിഡൻസ് ഒരൊറ്റ കമ്പ്യൂട്ടറിൽ തന്നെ മൾട്ടിപ്പിൾ സ്റ്റോറേജിലായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫോൾഡറിൽ കൊടുത്തു, വേറൊരു ഡിസ്കിൽ സേവ് ചെയ്ത്, അങ്ങനെ നമ്മൾ പല ഡ്രൈവ്സിലായിട്ട് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമ്മൾ പല ഡ്രൈവ്സിലായിട്ട് സേവ് ചെയ്താൽ കൂടി ആ ഓരോ ഡ്രൈവിലുള്ള സ്റ്റോറേജും പ്രൈമറി എവിഡൻസ് ആയിരിക്കും എന്നാണ് സെക്ഷൻ 57 എക്സ്പ്ലനേഷൻ പറയുന്നത്. സോ സെക്ഷൻ 57 സ്റ്റേറ്റ്സ് ദാറ്റ് പ്രൈമറി എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ഇനീഷ്യലി ക്രിയേറ്റ് ചെയ്ത ആ ഡോക്യുമെന്റ് തന്നെയാണ് അതിൻ്റെ പ്രൈമറി എവിഡൻസ് എന്നാണ് പറയുന്നത്. നമ്മൾ ഒറിജിനൽ ഡോക്യുമെന്റ് തന്നെ കോർട്ടിൻ്റെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതാണ് പ്രൈമറി എവിഡൻസ്. അപ്പോൾ അതിൻ്റെ കീഴിൽ നമ്മൾ 7 എക്സ്പ്ലനേഷൻസ് 7 സിനാരിയോസ് ഡിസ്കസ് ചെയ്തു. 7 സിനാരിയോസിൽ വരുന്ന ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ 7 സിനാരിയോസിൽ വരുന്ന സംഭവങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലും അത് പ്രൈമറി എവിഡൻസ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. യെസ്. Now next section is section 58. Primary evidence എന്താ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡറി എവിഡൻസ് എന്താണെന്നുള്ളതാണ്. സെക്കൻഡറി എവിഡൻസ് ഇൻക്ലൂഡ്സ് സർട്ടിഫൈഡ് കോപ്പീസ് ഗിവൺ അണ്ടർ ദി പ്രൊവിഷൻസ് ഹിയറിൻ ആഫ്റ്റർ കണ്ടെയ്ൻഡ്. അതായത് ഈ താഴെ പറയുന്ന കേസുകളിൽ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫൈഡ് കോപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോർട്ടിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് അതോറിറ്റിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന റെക്കോർഡ് നമ്മൾ പോയി ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വോണ്ട് ഗിവ് us ദി ഒറിജിനൽ ഡോക്യുമെന്റ് ഇറ്റ് സെൽഫ്. ആ ഒറിജിനൽ ഡോക്യുമെന്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, അവരെടുത്ത് തരില്ല. പക്ഷെ ആ കോപ്പി അവരതിൻ്റെ ഒരു കോപ്പി എടുത്ത് അവരുടെ സീൽ വെച്ച് അതൊരു സർട്ടിഫൈഡ് ട്രൂ കോപ്പി ആണെന്നുള്ളൊരു സീൽ വെച്ച് ആ ഒരു റെസ്പെക്റ്റീവ് അതോറിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കോപ്പീസിനാണ് നമ്മൾ സർട്ടിഫൈഡ് കോപ്പീസ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സർട്ടിഫൈഡ് കോപ്പീസ് എന്താണ്? സെക്കൻഡറി എവിഡൻസ് ആണ്. ദെൻ കോപ്പീസ് മെയ്ഡ് ഫ്രം ദി ഒറിജിനൽ ബൈ മെക്കാനിക്കൽ പ്രോസസ് വിച്ച് ഇൻ themselves ensure the accuracy of the copy and copies compared with original copies. അപ്പോൾ ശരിക്കുമുള്ള ഒറിജിനൽ പ്രൈമറി എവിഡൻസ് എന്നൊരു മെക്കാനിക്കൽ പ്രോസസ്സ് വഴി അതിൻ്റെ ആക്യുറസിയിൽ യാതൊരു മാറ്റവും വരാത്ത രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോപ്പീസ് എന്താണ്? അത് സെക്കൻഡറി എവിഡൻസ് ആണ്. പിന്നെ കോപ്പീസ് മെയ്ഡ് ഓർ കമ്പയർഡ് വിത്ത് ദി ഒറിജിനൽ, ഇത് സിമിലർ പോയിന്റ്സ് ആണ്. നമ്മൾ ഒറിജിനലിനോട് കമ്പയർ ചെയ്ത് അതിൽ നിന്ന് യാതൊരു മാറ്റവും വരുത്താതെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത്, ഓൾമോസ്റ്റ് സിമിലർ അല്ല, കംപ്ലീറ്റ്ലി സിമിലർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കോപ്പീസ് സെക്കൻഡറി എവിഡൻസ് ആണ്. പിന്നെ കൗണ്ടർ പാർട്സ് ഓഫ് ഡോക്യുമെന്റ്സ് അഗേൻസ്റ്റ് ദി പാർട്ടീസ് ഹു ഡിഡ് നോട്ട് എക്സിക്യൂട്ട് ദം. അപ്പോൾ നേരത്തെ നമ്മൾ പ്രൈമറി എവിഡൻസിൽ പഠിച്ചത് കൗണ്ടർ പാർട്ട് അഗേൻസ്റ്റ് ദി കോപ്പീസ് ബൈ ദി പാർട്ടീസ് ഹു എക്സിക്യൂട്ടഡ് ദം. എന്തെങ്കിലും ടൈപ്പ് ഒരു ട്രാൻസാക്ഷനിൽ 2 പാർട്ടീസ് ഉണ്ട്, ഇപ്പോൾ ലെസ്സർ ആൻഡ് ലെസ്സി, ഇവർ രണ്ടുപേരും അതിലെ പാർട്ടീസ് ആണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ കയ്യിലുള്ള കൗണ്ടർ പാർട്സ് എന്ന് പറയുന്നത് പ്രൈമറി എവിഡൻസ് ആയിരിക്കും. പക്ഷേ ഇതിലൊരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് വിചാരിക്കാം, അവരുടെ കയ്യിൽ ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ട്, അപ്പോൾ അതെന്താവും? സെക്കൻഡറി എവിഡൻസ് ആയിരിക്കും. അപ്പോൾ ഏത് പാർട്ടീസാണോ അത് എക്സിക്യൂട്ട് ചെയ്തത് അവരുടെ കയ്യിലുള്ള കൗണ്ടർ പാർട്സ് പ്രൈമറി എവിഡൻസും അത് എക്സിക്യൂട്ട് ചെയ്യാത്ത തേർഡ് പാർട്ടീസിൻ്റെ കയ്യിലുള്ള കൗണ്ടർ പാർട്സ് സെക്കൻഡറി എവിഡൻസും ആയിരിക്കും. പിന്നെ ഓറൽ അക്കൗണ്ട്സ് ഓഫ് ദി കണ്ടൻസ് ഓഫ് ഡോക്യുമെന്റ് ഗിവൺ ബൈ സം പേഴ്സൺ ഹു ഹാസ് ഹിംസെൽഫ് സീൻ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്ത് ഒരു റിലീസ് ഡീഡ് അല്ലെങ്കിൽ ഒരു സെയിൽ ഡീഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരു പാർട്ടി അല്ലാത്ത ഒരാൾ, പക്ഷെ അയാൾ കണ്ടിട്ടുണ്ട്, അയാളുടെ മുന്നിൽ നിന്നാണ് ആ ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ അത് വിറ്റ്നസ് ചെയ്ത് ആ ഡോക്യുമെന്റ് എക്സിക്യൂഷൻ വിറ്റ്നസ് ചെയ്ത് ഒരു പാർട്ടി കൊടുക്കുന്ന മൊഴി, ഓറൽ ആയിട്ടുള്ള മൊഴി എന്താണ്? ഓറൽ കണ്ടൻസ്, അതൊരു സെക്കൻഡറി എവിഡൻസ് ആണ്. പിന്നെ ഓറൽ അഡ്മിഷൻസ്, നമ്മൾ കൊടുക്കുന്ന ഓറൽ അഡ്മിഷൻസ് എല്ലാം സെക്കൻഡറി എവിഡൻസ് ആണ്. പിന്നെ റിട്ടൺ അഡ്മിഷൻസ്, അതായത് നമ്മൾ എഴുതി കൊടുക്കുന്ന അഡ്മിഷൻസ്, ഇന്നൊരു കാര്യം ഞാൻ കണ്ടു, ഇതിങ്ങനെയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന റിട്ടൺ അഡ്മിഷൻസ്. എന്തൊക്കെ അഡ്മിഷൻസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് വെദർ ഓറൽ, ഡോക്യുമെന്ററി ഓർ കണ്ടെയ്ൻഡ് ഇൻ ഇലക്ട്രോണിക് ഫോം. സെക്ഷൻ 1730 സെക്ഷൻ 21 അടിയിൽ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള സർക്കംസ്റ്റാൻസുകളിൽ ആ പറയപ്പെടുന്ന ആളുകൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് അഡ്മിഷൻസ്. അങ്ങനെ നമ്മൾ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്ന അഡ്മിഷൻസും എന്താണ്? സെക്കൻഡറി എവിഡൻസ് ആണ്. പിന്നെ ലാസ്റ്റ്ലി എവിഡൻസ് ഓഫ് എ പേഴ്സൺ ഹു ഹസ് എക്സാമിൻഡ് എ ഡോക്യുമെന്റ് ദി ഒറിജിൻ ഓഫ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ന്യൂമറസ് അക്കൗണ്ട്സ് or other documents which cannot be conveniently be examined by court and who is skilled in the examination of such documents. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു പോയിന്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 പേജസ് ഉള്ള അല്ലെങ്കിൽ ഒരു 10,000 പേജസ് ഉള്ള ഒരു വലിയ റെക്കോർഡ്, അപ്പോൾ അതിലെ ജസ്റ്റ് ഒരു മീഡിയത്തിൽ ഒരു 2-3 പേജസ് മാത്രമാണ് നമ്മുടെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമുള്ളത്.
പക്ഷെ അത് ചിലപ്പോൾ അക്കൗണ്ട്സ് ആയിരിക്കും. അതൊരു ലേമാനിന് പോയി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന ഒരു ടോപ്പിക് ആവില്ല. അപ്പോൾ ആ ഒരു 2-3 പേജിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ 10,000 പേജുള്ള ഈ ഒരു റെക്കോർഡ് നമ്മൾ കോർട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു 2-3 പേജിലെ അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് നോക്കി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിവുള്ള ഒരാൾ ആ ഒരു ഡോക്യുമെന്റ് ഇൻസ്പെക്ട് ചെയ്ത് വന്ന് കോർട്ടിൽ കൊടുക്കുന്ന ഒപ്പീനിയൻ is also considered as a secondary evidence under section 58 of BSA. Next is section 59, proof of documents by primary evidence. എപ്പോഴും നമ്മളൊരു ഡോക്യുമെന്റ് പ്രൈമറി എവിഡൻസ് കൊടുത്തിട്ട് മാത്രമേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്ഷൻ 16 അടിയിൽ സ്പെസിഫിക് ആയിട്ട് കുറച്ച് കേസസ് പറഞ്ഞിട്ടുണ്ട്. ആ കേസസിൽ ഒഴിച്ച് ബാക്കി എല്ലാ കേസസിലും നമ്മൾ എപ്പോഴും ഒരു ഡോക്യുമെന്റ് പ്രൂവ് ചെയ്യേണ്ടത് പ്രൈമറി എവിഡൻസ് മാത്രം കൊടുത്തിട്ടാണ്. ഇനി സെക്ഷൻ 60 ഏതൊക്കെ കേസുകളാണ് നമുക്ക് സെക്കൻഡറി എവിഡൻസ് കൊടുക്കാൻ പറ്റുക എന്നുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സിനാരിയോസ് വളരെ കറക്റ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ഇസ് മെൻഷൻഡ് അണ്ടർ സെക്ഷൻ 60. വിൽ ജസ്റ്റ് ഡിസ്കസ്. സെക്ഷൻ 60 പറയുന്നത് സെക്കൻഡറി എവിഡൻസ് മേ ബി ഗിവൺ ഓഫ് ദി എക്സിസ്റ്റൻസ് കണ്ടീഷൻസ് ഓർ കണ്ടന്റ്സ് ഓഫ് എ ഡോക്യുമെന്റ് ഇൻ ദി ഫോളോയിങ് കേസസ്. താഴെ പറയുന്ന സർക്കംസ്റ്റാൻസസിൽ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡറി എവിഡൻസ് കൊടുക്കാം. ഫസ്റ്റ് വൺ, വെൻ ദി ഒറിജിനൽ ഇസ് ഷോൺ ഓർ അപ്പിയേഴ്സ് ടു ബി ഇൻ ദി പൊസിഷൻ ഓഫ് പവർ. അതായത് ശരിക്കും അതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ് ഈസ് വിത്ത് ദി പൊസിഷൻ ഓഫ് ദി പേഴ്സൺ അഗേൻസ്റ്റ് whom ദി ഡോക്യുമെന്റ് ഇസ് sought to be proved. ഇപ്പൊ എനിക്ക് വേറൊരാൾക്കെതിരെയാണ് ആ ഡോക്യുമെന്റ് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ ആ ഡോക്യുമെന്റ് എന്താണ്? വേറൊരാളുടെ കയ്യിലാണ്. അപ്പോൾ അയാളെ ഇൻക്രിമേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഡോക്യുമെന്റ് ഓബ്വിയസ്ലി അയാൾ കൊണ്ടുവരില്ല. ദാറ്റ് ഈസ് കോമൺ സെൻസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനാരിയോയിൽ എനിക്ക് എന്ത് ചെയ്യാം? എനിക്കത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കതിൻ്റെ സെക്കൻഡറി എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. ഇസ് ഇൻ ദി പൊസിഷൻ ഓഫ് എനി പേഴ്സൺ ഔട്ട് ഓഫ് റീച്ച് ഓർ ഇസ് നോട്ട് സബ്ജക്ട് ടു ദി പ്രോസസ് ഓഫ് കോർട്ട്. അതായത് ഇവിടെ ഇന്ത്യയിലുള്ള ഒരാളല്ല, വേറെ എവിടെയെങ്കിലും ഉള്ള ഒരാളാണ്, അതെങ്കിൽ നമുക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരാളുടെ പൊസിഷനിലാണ് പ്രൈമറി എവിഡൻസ്. അങ്ങനത്തെ കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡറി എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. ഇൻ ദി പൊസിഷൻ ഓഫ് എനി പേഴ്സൺ ലീഗലി ബൗണ്ട് ടു പ്രൊഡ്യൂസ് ഇറ്റ്. പക്ഷേ സെക്ഷൻ 64 അടിയിൽ നമ്മളൊരു നോട്ടീസ് അയച്ചിട്ടും അങ്ങനെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ബൗണ്ട് ആയിട്ടുള്ള ഒരാൾ ആ ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്ന അവസരങ്ങളിലും എന്ത് ചെയ്യാം? നമ്മുടെ ഫാക്ട് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സെക്കൻഡറി എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി സെക്കൻഡ് സിനാരിയോ, വെൻ ദി എക്സിസ്റ്റന്റ് കണ്ടീഷണൽ കണ്ടന്റ്സ് ഓഫ് ദി ഒറിജിനൽ ഹാവ് ബീൻ പ്രൂവ്ഡ് ടു ബി അഡ്മിറ്റഡ് ഇൻ റൈറ്റിംഗ് ബൈ ദി പേഴ്സൺ അഗൈൻസ്റ്റ് whom ഇറ്റ് ഇസ് പ്രൂവ്ഡ് ഓർ ബൈ ഹിസ് റെപ്രസെന്റേറ്റീവ് ഇൻ ഇൻട്രസ്റ്റ്. ആർക്കെതിരെയാണോ എനിക്ക് ആ ഡോക്യുമെന്റ് പ്രൂവ് ചെയ്യേണ്ടത് ആ ഡോക്യുമെന്റിലെ കണ്ടന്റ്സ് ഇൻ റൈറ്റിംഗ് ഓപ്പോസിറ്റ് പാർട്ടി തന്നെ എഴുതി അഡ്മിറ്റ് ചെയ്യുന്ന കേസുകളിൽ എനിക്ക് എന്ത് ചെയ്യാം? സെക്കൻഡറി എവിഡൻസ് കൊണ്ടുവരാം. ദാറ്റ് ഈസ് നോട്ട് എൻ ഇഷ്യൂ. പിന്നെ തേർഡ് സിനാരിയോ, വെൻ ദി ഒറിജിനൽ ഹാസ് ബീൻ ഡിസ്ട്രോയിഡ് ഓർ ലോസ്റ്റ്. ശരിക്കുമുള്ള പ്രൈമറി എവിഡൻസ് ഒന്നെങ്കിൽ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ നശിച്ചു പോയി. ആ സിറ്റുവേഷനിൽ എനിക്ക് എന്ത് ചെയ്യാം? സെക്കൻഡറി എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. വേർ ദി ഒറിജിനൽ ഇസ് ഓഫ് സച്ച് നേച്ചർ വിച്ച് ഇസ് നോട്ട് ഈസിലി മൂവബിൾ. പെട്ടെന്ന് നമുക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലുള്ള ഡോക്യുമെന്റ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡറി എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. വെൻ ദി ഒറിജിനൽ ഇസ് എ പബ്ലിക് ഡോക്യുമെന്റ് വിത്തിൻ ദി മീനിങ് ഓഫ് സെക്ഷൻ 74. സെക്ഷൻ 74ന്റെ മീനിങ്ങിന്റെ പെർവ്യൂവിൽ വരുന്ന ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് സെക്കൻഡറി എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. പബ്ലിക് ഡോക്യുമെന്റ്സിന്റെ ജനറലി പബ്ലിക് ഡോക്യുമെന്റ്സിന്റെ സർട്ടിഫൈഡ് കോപ്പീസ് ആണ് നമ്മൾ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ വെൻ ദി ഒറിജിനൽ ഇസ് എ ഡോക്യുമെന്റ് ഓഫ് എ സർട്ടിഫൈഡ് കോപ്പി ഇസ് പെർമിറ്റഡ് ബൈ ദിസ് അധിനിയം. ഈ BSAയിൽ തന്നെ ആ ഒരു ഡോക്യുമെന്റ് സർട്ടിഫൈഡ് കോപ്പി ഇസ് എ വാലിഡ് എവിഡൻസ് അല്ലെങ്കിൽ അത് അഡ്മിസിബിൾ ആണ് എന്ന് ഈ അധിനിയം തന്നെ സ്പെസിഫൈഡ് ആയിട്ട് പറയുന്ന കേസുകളിൽ നമുക്ക് സർട്ടിഫൈഡ് കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാം. വെൻ ദി ഒറിജിനൽ കൺസിസ്റ്റ് ഓഫ് ന്യൂമറസ് അക്കൗണ്ട്സ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ് വിച്ച് കനോട്ട് ബി കൺവീനിയന്റ്ലി എക്സാമിൻഡ് ബൈ ദി കോർട്ട്. അതായത് കോർട്ടിന് നോക്കിയാൽ മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരുപാട് ന്യൂമറസ് ആയിട്ടുള്ള അക്കൗണ്ട്സും അതേപോലെ മറ്റ് ന്യൂമറസ് ഒരുപാട് ഡോക്യുമെന്റ്സും ഒക്കെയുള്ള കണ്ടന്റ്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് ആവശ്യമുള്ള കൺവീനിയൻറ്റ് പാർട്ട് മാത്രം എടുത്ത് സെക്കൻഡറി എവിഡൻസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ആൻഡ് ദ നെക്സ്റ്റ് സെക്ഷൻ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് സെക്ഷൻ 61, ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ റെക്കോർഡ്. ഈ സെക്ഷൻ്റെ അടിയിൽ പറയുന്നത് നമ്മൾ ഏതൊരു ഡോക്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഇലക്ട്രോണിക് എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്താലും അതിന് സെയിം കൈൻഡ് ഓഫ് അഡ്മിസിബിലിറ്റി ഉണ്ടാവും. അതായത് ഒരു ഇലക്ട്രോണിക് റെക്കോർഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഇലക്ട്രോണിക് റെക്കോർഡാണ് എന്നുള്ളൊരു റീസൺ കൊണ്ട് മാത്രം ഒരു കോർട്ടും അതിൻ്റെ അഡ്മിസിബിലിറ്റി ഡിനൈ ചെയ്യാൻ പാടില്ല എന്നാണ് സെക്ഷൻ 61 പറയുന്നത്. നൗ സെക്ഷൻ 62 ടോക്സ് അബൌട്ട് ദി സ്പെഷ്യൽ പ്രൊവിഷൻസ് ഓഫ് എവിഡൻസ് റിലേറ്റിംഗ് ടു ഇലക്ട്രോണിക് റെക്കോർഡ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 62 പറയുന്നത് ഒരു ഇലക്ട്രോണിക് റെക്കോർഡിൻ്റെ കണ്ടൻസ് ഏത് രീതിയിലാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഇലക്ട്രോണിക് റെക്കോർഡിൻ്റെ കണ്ടൻസ് സെക്ഷൻ 63 പറയുന്നത് പ്രകാരമാണ് സ്പെസിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യേണ്ടത് എന്നാണ് സെക്ഷൻ 62 പറയുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മളൊരു ഇലക്ട്രോണിക് റെക്കോർഡിൻ്റെ കണ്ടൻസ് പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് തന്നിട്ടുള്ളത് സെക്ഷൻ 63ൻ്റെ അടിയിലാണ്. ലെറ്റ്സ് ജസ്റ്റ് ലുക്ക് ഇൻ ടു സെക്ഷൻ 63 ഓഫ് BSA.
Okay, so section 63, admissibility of electronic records, a very, very important topic. I'll just read out the section for you. Notwithstanding anything contained in this Adhiniyam, any information contained in an electronic record which is printed on paper, stored, recorded or copied in optical, magnetic media or semiconductor memory which is produced by a computer or any other communication device or otherwise stored, recorded or copied in any electronic form shall be deemed to be also a document if the conditions mentioned in this section are satisfied in relation to the information, and the computer in question shall be admissible in any proceedings without further proof of production of the original as evidence of any contents of the original or of the facts stated herein, of which direct evidence would be admissible. അപ്പോൾ സെക്ഷൻ 63 ഫസ്റ്റ് സബ് ക്ലോസ് പറയുന്നത് ഈ അധിനിയത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മളൊരു ഇലക്ട്രോണിക് റെക്കോർഡിലോ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിലോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ സ്റ്റോറേജിലൊക്കെ നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏതൊരു ഡാറ്റയും നമ്മളൊരു ഡോക്യുമെൻ്റ് അഡ്മിസിബിൾ ആയതുപോലെ തന്നെ എന്താണ് കോർട്ടിൽ അഡ്മിസിബിൾ ആണ്. അങ്ങനെ ഒരു ഇലക്ട്രോണിക് റെക്കോർഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ പ്രൂവ് എവിടെ, അതിൻ്റെ ഒറിജിനൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ഒരു സെപ്പറേറ്റ് റിക്വയർമെൻറ്റ് അവിടെ വരുന്നില്ല. അതിൻ്റെ ഒരു ഒറിജിനൽ എവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് അറൈസ് എന്നാണ് സെക്ഷൻ 63 ഫസ്റ്റ് സബ് ക്ലോസ് പറയുന്നത്. ഇനി സെക്ഷൻ 63 സബ് ക്ലോസ് 2 പറയുന്ന കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിലോ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് റെക്കോർഡിലോ സ്റ്റോർ ചെയ്തിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ എല്ലാ ഇൻഫർമേഷനും ഇസ് അഡ്മിസിബിൾ ബിഫോർ ദി കോർട്ട് എന്നാണ് സെക്ഷൻ പറയുന്നത്. നൗ വിൽ സീ ദി കണ്ടീഷൻസ്. അതായത് ഒരു കമ്പ്യൂട്ടർ ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇലക്ട്രോണിക് റെക്കോർഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതാണ് സബ് ക്ലോസ് 2 പറയുന്നത്. ദി കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് കണ്ടെയ്നിങ് ദി ഇൻഫർമേഷൻ വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി കമ്പ്യൂട്ടർ ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഡ്യൂറിംഗ് ദി പീരിയഡ് ഓവർ ദി കമ്പ്യൂട്ടർ ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് വാസ് റെഗുലർലി യൂസ്ഡ് ടു ക്രിയേറ്റ്, സ്റ്റോർ ഓർ പ്രോസസ് ഇൻഫർമേഷൻ ഫോർ ദി പർപ്പസ് ഓഫ് എനി ആക്ടിവിറ്റി റെഗുലർലി ക്യാരിഡ് ഓവർ ദാറ്റ് പീരീഡ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പീരീഡ് അതിന് നമ്മൾ എടുക്കുന്ന ഔട്ട്പുട്ട്, ആ ഒരു ഔട്ട്പുട്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തതായിരിക്കണം. അതായത് സാധാരണ ആ കമ്പ്യൂട്ടർ ഒരു റെഗുലർ യൂസിലായിരിക്കുന്ന സമയത്ത്, ഒരു റെഗുലർ ആക്ടിവിറ്റീൻ്റെ ഭാഗമായിട്ട് ഒരു റെഗുലർ കോഴ്സിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ കമ്പ്യൂട്ടറിലേക്ക് ഫെഡ് ചെയ്ത ഒരു ഇൻഫർമേഷൻ ആയിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കേസ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ഫോർജ് ചെയ്തൊരു ഇലക്ട്രോണിക് ഡോക്യുമെൻ്റ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് പെട്ടെന്ന് കമ്പ്യൂട്ടറിൽ കയറിയിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇലക്ട്രോണിക് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു റെഗുലർ കോഴ്സ് ഓഫ് ആക്ടിവിറ്റി ഓൺ എ ഡെയിലി ബേസിസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഓരോരോ കമ്പനീസിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ അക്കൗണ്ട്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു റെഗുലർ കോഴ്സ് ഓഫ് ആക്ടിവിറ്റിയിൽ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്ത് കൊടുക്കുന്ന ഇൻഫർമേഷനാണ്. അങ്ങനെ ഒരു റെഗുലർ കോഴ്സ് ഓഫ് ഔട്ട്പുട്ടിൽ കമ്പ്യൂട്ടറിലേക്ക് കയറ്റുന്ന ഇൻഫർമേഷൻ, അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത ഇൻഫർമേഷൻ ആയിരിക്കണം എന്നാണ് സെക്ഷൻ ഫസ്റ്റ് സബ് ക്ലോസ് പറയുന്നത്. സെക്കൻഡ്, during the said period, the information of the kind contained in the electronic record or any of the kind from the information so contained was regularly fed into the computer or communication device. ഈ പറയപ്പെടുന്ന ഒരു സെറ്റ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ റെഗുലറായിട്ട് ഇൻഫർമേഷൻ ഫെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഫെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻ ആവരുത്. ഓൺ എ ഡെയിലി ബേസിസ് ഒരു ഡെയിലി കോഴ്സ് ഓഫ് ആക്ടിവിറ്റീൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്നും ആ കമ്പ്യൂട്ടറിലേക്ക് ഫെഡ് ചെയ്ത് കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ എന്നും ആ കമ്പ്യൂട്ടറിലേക്ക് എൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻ ആയിരിക്കണം നമ്മൾ കമ്പ്യൂട്ടർ ഔട്ട്പുട്ടായിട്ട് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. Now, subsection C. Throughout the material part of the said period, the computer or communication device was operating properly, or if not, then in respect of any period which it was not operating properly or was out of operation during that period was not such as to affect the electronic record. അതായത് നമ്മൾ ഈ പറയപ്പെടുന്ന സമയത്ത് ഈ കമ്പ്യൂട്ടർ പ്രോപ്പർലി വർക്ക് ചെയ്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ആയിരിക്കണം. ഇനി ഇൻ കേസ് അത് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ പാർട്ടിൽ ആ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വന്ന സമയത്ത് നമ്മൾ ഈ എടുക്കുന്ന ഇലക്ട്രോണിക് റെക്കോർഡിൻ്റെ ആക്യുറസിനെയോ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റേനെയോ യാതൊരു രീതിയിലും എഫക്റ്റ് ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആയിരിക്കണം അത്. സോ ഈ ഒരു ഓവർ സെറ്റ് പീരീഡ് നമ്മൾ ഇലക്ട്രോണിക് റെക്കോർഡ് എടുക്കുന്ന ആ ഒരു സമയത്ത് പ്രോപ്പർലി വർക്ക് ചെയ്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിൽ നിന്നായിരിക്കണം നമ്മൾ ആ ഇൻഫർമേഷൻ എടുത്തിട്ടുണ്ടാവുന്നത്. പിന്നെ സബ്സെക്ഷൻ ഡി, ദി ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദി ഡോക്യുമെന്റ് reproduces or is derived from such information fed into the computer communication device in the ordinary course of the said activities. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ്. നമ്മളൊരു ഓർഡിനറി കോഴ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഇന്ന് വരുന്നു, ഇന്ന് ഞാൻ കയറി, നാളെ വരുന്നു, ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ ഒരു ഓർഡിനറി കോഴ്സ് ഓഫ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, നമ്മൾ ഓൺ എ ഡെയിലി ഓർഡിനറി കോഴ്സ് ഓഫ് ആക്ടിവിറ്റീസിന് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഫെഡ് ചെയ്ത ആ ഒരു ഇൻഫർമേഷനും നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ആയിരിക്കണം അത്. പിന്നെ വേർ ഓവർ എനി പീരിയഡ് ദി ഫംഗ്ഷൻ ക്രിയേറ്റിംഗ് സ്റ്റോറിംഗ് ഓർ processing information for the purposes of any activity regularly carried over that period as mentioned in subclause A or subclause 2 was regularly performed by means of one or more computers or communication device, whether in standalone mode
or computer system or a computer network or on a computer device enabling information creation or producing information system storage or through an intermediary. അപ്പോൾ ഈ ഒരു സമയത്തെല്ലാം നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്നതോ സ്റ്റോർ ചെയ്യുന്നതോ പ്രോസസ്സ് ചെയ്യുന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നെങ്കിലും ഒരു സ്റ്റാൻഡ് ലോൺ സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമോ, സ്റ്റാൻഡ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സിസ്റ്റം, അല്ലെങ്കിൽ ഒരു വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്കോ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്റർമീഡിയറിൽ നിന്നൊക്കെ എടുക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും അതൊക്കെ അഡ്മിസിബിൾ ആണ്. പക്ഷേ അതൊരു ഓർഡിനറി കോഴ്സ് ഓഫ് ആക്ടിവിറ്റീസിലാണ്, റെഗുലർ ബേസിസ് ഒരു ഓർഡിനറി കോഴ്സ് ഓഫ് ആക്ടിവിറ്റീസിൽ നമ്മൾ ഫെഡ് ചെയ്ത് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ ആയിരിക്കണം. ഓൾ ദി കമ്പ്യൂട്ടേഴ്സ് or communication devices used for that period using the period shall be treated for this purpose of section as constituting a single computer or communication device. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ സ്റ്റാൻഡ് അലോൺ സിസ്റ്റം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം പിന്നെ അതേപോലെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇതെല്ലാം നമ്മൾ ഒരു സിംഗിൾ സിസ്റ്റം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പിന്നെ ഇൻ എനി പ്രൊസീഡിംഗ് വേർ ഇറ്റ് ഇസ് ഡിസൈഡ് ടു ഗിവ് എ സ്റ്റേറ്റ്മെന്റ് ഇൻ എവിഡൻസ് ബൈ വിച്ച് ഓഫ് ദിസ് സെക്ഷൻ എ സർട്ടിഫിക്കറ്റ് ഡൂയിങ് ഓഫ് ദി ഫോളോയിങ് തിങ് ഷെൽ ബി സബ്മിറ്റഡ് അലോങ് വിത്ത് ഇലക്ട്രോണിക് എവിഡൻസ് അറ്റ് ഈച്ച് ഇൻസ്റ്റൻസ് വേർ ഇറ്റ് ഇസ് ബീങ് സബ്മിറ്റഡ് ഫോർ അഡ്മിഷൻ. അപ്പോൾ ഇലക്ട്രോണിക് എവിഡൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണിത്. നമ്മൾ എപ്പോഴും ഇലക്ട്രോണിക് എവിഡൻസ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു സർട്ടിഫിക്കറ്റും കൂടെ പ്രൊവൈഡ് ചെയ്യണം. ആ സർട്ടിഫിക്കറ്റിൽ എന്തൊക്കെ കണ്ടൻസ് ആണ് വേണ്ടതെന്നുള്ളതാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈങ് ദി ഇലക്ട്രോണിക് റെക്കോർഡ് കണ്ടെയ്നിങ് ദി സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്ക്രൈബിങ് മാറ്റർ ഇൻ വിച്ച് ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ്. ഏത് ഇലക്ട്രോണിക് റെക്കോർഡിൽ നിന്നാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തത്, എന്തൊക്കെ കണ്ടൻസ് ആണ് ആ ഇലക്ട്രോണിക് റെക്കോർഡിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെന്നുള്ള കാര്യം നമ്മൾ ആ സർട്ടിഫിക്കറ്റിൽ കൊടുക്കണം. ഗിവിംഗ് സച്ച് പെർട്ടിക്കുലേഴ്സ് ഓഫ് എനി ഡിവൈസ് ഇൻവോൾവ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ദാറ്റ് ഇലക്ട്രോണിക് റെക്കോർഡ് ആൻഡ് ആസ് മേ ബി അപ്രോപ്രിയേറ്റ് ഫോർ ദി പർപ്പസ് ഓഫ് ഷോയിങ് ദാറ്റ് ദി ഇലക്ട്രോണിക് റെക്കോർഡ് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പ്യൂട്ടർ ഓർ എ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് റെഫേർഡ് ഇൻ ക്ലോസസ് എ ടു സി. ഏത് സിസ്റ്റത്തിൽ നിന്നാണ്, ഏത് ഡിവൈസിൽ നിന്നാണ്, നമ്മൾ ഏത് ഡിവൈസിൽ നിന്നാണോ ഇലക്ട്രോണിക് റെക്കോർഡ് എടുത്തത് ആ ഡിവൈസിൻ്റെ പെർട്ടിക്കുലേഴ്സ്, അതേപോലെ സെക്ഷൻ എ ടു ഇ വരെയുള്ള ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടോ, ഇതിനെ പറ്റിയിട്ടുള്ള കണ്ടൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇലക്ട്രോണിക് എവിഡൻസ് സർട്ടിഫിക്കറ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഡീലിംഗ് വിത്ത് എനി ഓഫ് ദി മാറ്റേഴ്സ് ടു വിച്ച് കണ്ടീഷൻസ് മെൻഷൻഡ് ഇൻ സബ്സെക്ഷൻ ടു റിലേറ്റ്. അതായത് സബ്സെക്ഷൻ 2 പറഞ്ഞിട്ടുള്ള എല്ലാ കണ്ടീഷൻസും, അതിൽ ഏതെങ്കിലും കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എല്ലാ കണ്ടീഷൻസിനെ പറ്റിയിട്ടുള്ള വേറൊരു കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇലക്ട്രോണിക് സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യണം. And to be purporting to be signed by a person in charge of the computer or communication device or the management of relevant activities. And this electronic signature electronic record certificate is to be signed. ഏതാളാണോ ആ കമ്പ്യൂട്ടർ സിസ്റ്റം മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്, ആരുടെ കസ്റ്റഡിയിലുള്ള സിസ്റ്റത്തിൽ നിന്നാണോ നമ്മൾ ആ ഇലക്ട്രോണിക് റെക്കോർഡ് എടുത്തത്, അവരെന്ത് ചെയ്യണം, ആ റെലവൻറ്റ് ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട് സർട്ടിഫൈ ചെയ്തുകൊണ്ട് ഒരു സിഗ്നേച്ചർ അതിൽ ചെയ്യണം. ഓക്കെ. ആൻഡ് an expert shall be evidence of any matter relating to the certificate. And for the purposes of this subsection, it shall be sufficient for a matter to be stated to the best of the knowledge and belief of the person stating in the certificate specified in the schedule. Yes. Now the next section is section 64, അല്ലെങ്കിൽ rules as to notice to produce. Secondary evidence of the contents of the document referred in clause A of subsection 60 shall not be given unless the party proposing to give such secondary evidence has been previously given to the party in possession the power of document or to his advocate or representative a notice. അതായത് ഇതിൽ ബേസിക് ആയിട്ട് ഈ സെക്ഷനിൽ പറയുന്നത് നമ്മൾ സെക്കൻഡറി, അതായത് 60 സബ്സെക്ഷൻ 60 ക്ലോസ് എയിൽ പറയുന്നുണ്ട്, അതായത് ഓപ്പോസിറ്റ് പാർട്ടീൻ്റെ പൊസിഷനിലുള്ള ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും പൊസിഷനിലുള്ള ഡോക്യുമെൻ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിന് സെക്കൻഡറി എവിഡൻസ് കൊടുക്കാം എന്നാണ് സെക്ഷൻ 60 പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ സെക്ഷൻ 60 സബ് ക്ലോസ് എയിൽ നമ്മൾ സെക്കൻഡറി എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ അഡ്വേഴ്സ് പാർട്ടിക്ക് ഒരു നോട്ടീസ് കൊടുക്കണം എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്ഷൻ 64 പറയുന്നത്. ഓക്കെ. ഈ നോട്ടീസ് കൊടുക്കുന്ന ഈ ഒരു കണ്ടീഷൻ ചില പ്രത്യേക കേസസിൽ കോർട്ടിന് എന്ത് ചെയ്യാം, ഡിസ്പെൻസ് ചെയ്ത് തരാം. ആ ഒരു നോട്ടീസിൻ്റെ ആ ഒരു റിക്വയർമെൻറ്റ് കോർട്ടിന് ഡിസ്പെൻസ് ചെയ്ത് തരാം. അത് ഏതൊക്കെ കണ്ടീഷൻസിലാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, വെൻ ദി ഡോക്യുമെൻറ്റ് ഇസ് ടു ബി പ്രൊഡ്യൂസ് ഇറ്റ് സെൽഫ് എസ് എ നോട്ടീസ്. അതായത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട നോട്ടീസ് തന്നെ, അല്ലെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് തന്നെ ഒരു നോട്ടീസാണ്. അത് അഡ്വേഴ്സ് പാർട്ടീൻ്റെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും ഒരു ലീഗൽ നോട്ടീസോ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് നോട്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും എനിത്തിങ് ഫോർ ദാറ്റ് മാറ്റർ എന്തെങ്കിലും ടൈപ്പ് ഒരു നോട്ടീസ് ആണെന്നുണ്ടെങ്കിൽ ആ നോട്ടീസ് മറ്റേ പാർട്ടീൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനായിട്ട് നമ്മൾ വീണ്ടും നോട്ടീസ് അയക്കേണ്ട ആവശ്യമില്ല. പിന്നെ സെക്കൻഡ് വൺ, when from the nature of the case the adverse party must know that he will be required to produce, അതായത് required to produce it. അതായത് ആ ഒരു കേസിൻ്റെ നേച്ചർ വെച്ചാൽ മറ്റേ പാർട്ടിക്ക് മനസ്സിലാവണം അത് ഇയാൾക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, ഞാൻ ഈ ഡോക്യുമെൻ്റ് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും എന്നൊരു കോമൺ സെൻസ് അല്ലെങ്കിൽ ആ ഒരു
കേസിൻ്റെ നേച്ചർ കൊണ്ട് തന്നെ മറ്റേ അഡ്വേഴ്സ് പാർട്ടിക്ക് അതിനെ പറ്റിയിട്ട് അറിവുള്ള സിറ്റുവേഷൻസിൽ നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. When it appears or is proved that the adverse party has obtained the possession of the original by fraud or force, അതായത് നമ്മൾ അഡ്വേഴ്സ് പാർട്ടി ആ ഒരു ഡോക്യുമെൻ്റ് എന്തെങ്കിലും ഫ്രോഡ് വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോർഷൻ വഴിയൊക്കെയാണ് അഡ്വേഴ്സ് പാർട്ടി ആ ഡോക്യുമെൻ്റ് ഒപ്റ്റെയിൻ ചെയ്തെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ നോട്ടീസ് അയക്കേണ്ട ആവശ്യമില്ല. When the adverse party or his agent has the original in court, അതായത് ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഒറിജിനൽ ഈ അഡ്വേഴ്സ് പാർട്ടി അവരുടെ ഏജൻറ്റോ കോർട്ടിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള കേസുകളിൽ നമ്മൾ നോട്ടീസ് അയക്കേണ്ട ആവശ്യമില്ല. When the adverse party or his agent has admitted the loss of the document, adverse party അവരുടെ ഏജൻറ്റ് ആ ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു കാര്യം ഓൾറെഡി അഡ്മിറ്റ് ചെയ്ത കേസുകളിൽ നമ്മൾ ആ നോട്ടീസ് അയക്കേണ്ട ആവശ്യമില്ല. When the person in possession of the document is out of reach or of not subject to the process of court, നമ്മൾ കോർട്ടിൽ നമ്മളിപ്പോൾ ഒരു നോട്ടീസ് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എത്തിക്കാൻ പറ്റാത്ത ഒരു കോർട്ടിൻ്റെ ഔട്ട് ഓഫ് റീച്ചിലൊക്കെയാണ് അഡ്വേഴ്സ് പാർട്ടി ഉള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കേസിലും നമുക്ക് ഈ നോട്ടീസിൻ്റെ കണ്ടീഷൻ വേണമെങ്കിൽ കോർട്ടിന് ഡിസ്പെൻസ് ചെയ്തുതരാം. അതാണ് സെക്ഷൻ 64 പറയുന്നത്. Now, next is section 65, proof of signature and handwriting of person alleged to have signed or written a document. If a document is alleged to be signed or have to be written wholly or partly in person, the signature or the handwriting of so much of the document as is alleged to be in handwriting person's signature must be proved to be in handwriting. അതായത് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഹാൻഡ് റൈറ്റിങ്ങോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സിഗ്നേച്ചറോ ഏതെങ്കിലും ഒരാളുടെ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ അലീജ് ചെയ്യുന്ന സമയത്ത് എത്രയാണോ നമ്മളത് അയാളുടെ ഹാൻഡ് റൈറ്റിങ്ങോ അല്ലെങ്കിൽ അയാളുടെ സിഗ്നേച്ചറോ ആണ് എന്ന് അലീജ് ചെയ്യുന്നത് അത് നമ്മൾ പ്രൂവ് ചെയ്യണം. സോ മച്ച് ഓഫ് ദി പേഴ്സൺസ് ഹാൻഡ് റൈറ്റിംഗ് ഓർ സോ മച്ച് ഓഫ് ദി റൈറ്റിംഗ് ഇൻ ദാറ്റ് ഡോക്യുമെൻറ്റ് ഇസ് ടു ബി പ്രൂവ്ഡ്. അതാണ് സെക്ഷൻ 65 പറയുന്നത്. അപ്പോൾ നമ്മൾ 56 മുതൽ 65 വരെയുള്ള ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ സെക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡോക്യുമെൻ്ററി എവിഡൻസിൻ്റെ അടിയിൽ വരുന്നതാണ്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ എക്സാം ഓറിയൻറ്റഡ് ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഐ ഹോപ്പ് you all have understood what you've discussed in today's chapter. I'll see you with another series of lecture. Please do subscribe our channel Lawxygen for more such videos. Thank you.